കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. നിലമ്പൂരിൽ സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ്, കോട്ടയ്ക്കൽ നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ IVF സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരുപാട് ചികിത്സകൾ കൂടെ കടന്നു പോയവരായിരിക്കാം. എന്നിരുന്നാലും സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വന്ധ്യത എന്ന് പറയുമ്പോൾ മാരേജിന് ശേഷം ദമ്പതിമാർ ഗർഭം ധരിക്കണമെന്ന് ആഗ്രഹിച്ച് ട്രൈ ചെയ്യുന്ന ഒരു സമയം, 1 വർഷത്തോളം ട്രൈ ചെയ്തിട്ടും ഗർഭം ധരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിനെയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. ഇത് 30 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് നമ്മൾ ഈ 1 വർഷം പറയുന്നത്. 35 വയസ്സിന് മേലെയുള്ള സ്ത്രീകളാവുമ്പോൾ 6 മാസം ട്രൈ ചെയ്തിട്ടും ആവുന്നില്ലെങ്കിൽ, അതായത് 1 വർഷം ട്രൈ ചെയ്തവരും 6 മാസം ട്രൈ ചെയ്തവരും ആവുന്നില്ലെങ്കിൽ, ഈ ഒരു സമയത്താണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ അവർ കാണേണ്ടത്. എപ്പോഴും കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ പൊതുവെ കാണാറുള്ളത് ഫസ്റ്റ് സ്ത്രീകൾ പോയി കാണും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള രീതിയിലാണ് ചികിത്സ മുന്നോട്ട് പോകാറ്. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ വന്ധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നല്ല എന്താ പറയുക, ഒരു ചെടി വളരണമെങ്കിൽ അതിൻ്റെ മണ്ണും വിത്തും നന്നായാലല്ലേ ഒരു നല്ല ചെടി വളരുക. അതുപോലെ തന്നെ മെയിൽ ഫാക്ടറും ഫീമെയിൽ ഫാക്ടറും ഒരുപോലെ വന്ധ്യതയിൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങളും പുരുഷന്മാരുടെ പ്രശ്നങ്ങളും ഒരുപോലെ നമ്മൾ കാണണം. അപ്പോൾ എപ്പോഴും കൺസൾട്ട് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ചികിത്സ ചെയ്യുമ്പോഴും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് വേഗം എത്താൻ സാധിക്കുക. അല്ലെങ്കിൽ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയായിരിക്കും ഹസ്ബൻഡിനാണ് കൂടുതൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത്രയും കാലം ചെയ്ത ചികിത്സയും അതിനുവേണ്ടി നമ്മൾ ചെലവാക്കിയ പണം. നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് P. മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ P. അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ S. രമ്യ വന്ധ്യതാ ചികിത്സയെക്കുറിച്ച് വിശദീകരിച്ചു. ഡോക്ടർ P. M. മുംതാസ് റഹിമാൻ, PROT ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോഴത്തെ ശൈലി രോഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളായിരിക്കാം പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഈ നേഹ ഹോസ്പിറ്റലിൻ്റെ ഈ ക്യാമ്പ് കൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതിന് ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികളായിട്ട് സഹകരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം സാധാരണ ഹോസ്പിറ്റൽസൊക്കെ ഇത്തരത്തിലുള്ള ക്യാമ്പുകളെക്കാളും കൂടുതൽ മറ്റുള്ള പല ക്യാമ്പുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അവിടെയാണ് നേഹ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രസക്തി. കോട്ടയ്ക്കൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേഹ ഹോസ്പിറ്റൽ അവരവരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ ഈ നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.